തൃക്കാക്കര എം.എൽ.എ. ഉമാ തോമസിന് ഗുരുതര പരിക്ക് പറ്റിയ വാർത്തയിലേക്ക് തന്നെ പോകുന്നു. കല്ലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ ഗ്യാലറിയിൽ നിന്ന് കാൽ വഴുതി വീണാണ് തൃക്കാക്കര എം.എൽ.എ. ഉമാ തോമസിന് ഗുരുതര പരിക്കേറ്റത്. തലയ്ക്ക് പരിക്കേറ്റ ഉമാ തോമസിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചെയ്തിട്ടുണ്ട്. കാളിദാസൻ, ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അതിനെ ഇപ്പോൾ നിലവിൽ CT സ്കാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഉള്ളിൽ ആന്തരിക രക്തസ്രാവമുണ്ടോ എന്നുള്ളത് തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും ആദ്യം പരിശോധിക്കേണ്ടത്. കാരണം ആശുപത്രിയിൽ എത്തിയ ശേഷം അല്ലെങ്കിൽ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ചെറിയ രീതിയിൽ MLA-ക്ക് ബോധമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. പിന്നീടാണ് ബോധം പോയത്. അതിനുശേഷം വലിയ രീതിയിൽ പ്രാഥമിക ശുശ്രൂഷ നൽകി. കാരണം രക്തത്തിൽ കുളിച്ചായിരുന്നു ഉമാ തോമസ് MLA ആശുപത്രിയിലേക്ക് എത്തിച്ചത്. തലയ്ക്ക് നിന്നും രക്തം വരുന്നുണ്ടായിരുന്നു, അതേപോലെ തന്നെ മൂക്കിൽ നിന്നും രക്തം വരുന്നുണ്ടായിരുന്നു. ദൃക്സാക്ഷികളുടെ വിവരമനുസരിച്ച് മുഖമടിച്ചു വീണു എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. എന്നാലും അതിൽ കൂടുതൽ വ്യക്തത വന്നിട്ടില്ല. കൃത്യമായി മുഖമാണോ ഇടിച്ചത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തലയുടെ മറ്റേതെങ്കിലും ഭാഗമാണോ ഇടിച്ച് വീണത് എന്നുള്ളതെല്ലാം നമുക്ക് ഇനിയും വ്യക്തത വരാനിരിക്കുന്നു. എന്തായാലും ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മൂക്കിൽ നിന്നും തലയിൽ നിന്നുമെല്ലാം രക്തം വരുന്നൊരു സാഹചര്യമായിരുന്നു. എന്നാൽ എന്തായാലും പ്രാഥമിക ശുശ്രൂഷ ആ സമയം തന്നെ നൽകുന്ന സാഹചര്യം കൂടി ഉണ്ടായി. ഇതിനുശേഷം ഇനിയിപ്പോൾ ഒരു ന്യൂറോ സർജനെ കാത്തിരിക്കുന്നൊരു അവസ്ഥയാണ്. കാരണം ന്യൂറോ സർജൻ എത്തിയ ശേഷം ആന്തരിക രക്തസ്രാവം ഉണ്ടോ എന്നുള്ളതെല്ലാം പരിശോധിച്ച ശേഷമാണ് ഇനി കൂടുതൽ ക്രമീകരണങ്ങളിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുക. കാരണം MLA-ക്ക് നേരത്തെ തന്നെ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നിരവധി മരുന്നുകൾ കഴിക്കുന്നുണ്ട്, ഇപ്പോഴും മരുന്നുകൾ കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ചികിത്സയിലേക്ക് കടക്കുമ്പോൾ അതെങ്ങനെയായിരിക്കും അവരുടെ അല്ലെങ്കിൽ MLA-യുടെ ബോഡി അതിനോട് റിയാക്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ള ആശങ്കകളെല്ലാം ഡോക്ടർമാരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും പ്രാഥമിക ശുശ്രൂഷ നൽകി CT സ്കാനിന് വിധേയമാക്കി ഉമാ തോമസ് MLA. ഇപ്പോൾ ന്യൂറോ സർജൻ അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തും എന്ന് തന്നെ പറയുന്നു. ന്യൂറോ സർജൻ എത്തിയ ശേഷം ഇതിന് കൃത്യമായി ഈ ഒരു CT സ്കാൻ ഗഹനമായി പഠിച്ച ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്കെല്ലാം കടക്കുക. എന്തായാലും ആരോഗ്യനില വഷളാകുന്നൊരു സാഹചര്യം ഇല്ല, ഇപ്പോൾ സ്റ്റേബിൾ ആണ് എന്ന് തന്നെയുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും അത് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും തന്നെയാണ് നമുക്കതിന് കൃത്യമായൊരു പ്രതികരണം ലഭിക്കേണ്ടത്. അല്ലെങ്കിൽ ഡോക്ടർമാരുടേതാണ് അതിനെ സംബന്ധിച്ച് ഡോക്ടർമാർക്കാണ് ഔദ്യോഗിക പ്രതികരണം നൽകാനാവുക. എന്തായാലും ഇപ്പോൾ നിലവിൽ ആരോഗ്യനില വഷളാകുന്നൊരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. CT സ്കാനിന് ശേഷം ന്യൂറോ സർജന് വേണ്ടി കാത്തിരിക്കുകയാണ്. ന്യൂറോ സർജൻ എത്തിയ ശേഷം അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തും, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിനുള്ളിൽ തന്നെ എന്തായാലും ഈ ഒരു ആരോഗ്യനില എങ്ങനെ വേണമെങ്കിലും മാറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകാം. എന്തായാലും ഇപ്പോൾ നിലവിൽ ആരോഗ്യനില കാര്യമായി വഷളാകുന്നില്ല. എന്തായാലും ആ അപകടത്തിൽ അതീവ ഗുരുതരമായി തന്നെ പരിക്കേറ്റു എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. കാരണം 20 അടി ഉയരത്തിൽ നിന്നാണ് MLA വീണത്. ഈ ഒരു ക്രമീകരണങ്ങൾ തന്നെ കണ്ടാൽ തന്നെ അല്ലെങ്കിൽ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കൂടുതൽ വ്യക്തമാകും. കാരണം ഇതൊരു വലിയൊരു പരിപാടിയാണ്. കാരണം 12,000 കുട്ടികളെ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ 12,000 നർത്തകരെ ഉൾപ്പെടുത്തിയിട്ട് 12,000 നർത്തകർ 7-8 മിനിറ്റോളം നൃത്തം ചെയ്ത് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടാനായി സൃഷ്ടിച്ചെടുത്ത അല്ലെങ്കിൽ അത്തരത്തിലൊരു ക്രമീകരണം നടത്തിയ ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ 2 തട്ടായിട്ടാണ് കാണികൾക്കായിട്ട് ഇരിക്കാനുള്ള അല്ലെങ്കിൽ കാണികൾക്ക് ഈ ഒരു പരിപാടി കാണാനുള്ളൊരു ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയത്. ഇതിൻ്റെ മുകളിലത്തെ നിലയിൽ അല്ലെങ്കിൽ താഴത്തെ നിലയിൽ നിന്നും ഏറ്റവും എളുപ്പത്തിൽ ഈ ഒരു കലൂർ ഗ്രൗണ്ടിലേക്ക് കയറാൻ സാധിക്കും. ആ ഒരു ഗ്രൗണ്ടിലാണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ VIP-കൾക്ക് ഇതിൻ്റെ മുകളിലായി ഏകദേശം 1-ാം നിലയുടെ ഉയരം ഉണ്ടാകും. 20 അടി ഉയരം ആണ് ഉള്ളത്. ആ ഒരു സജ്ജീകരണം താൽക്കാലികമായി ഒരുക്കിയ ഒരു VIP ഗാലറിയിലേക്ക് നടന്നു കയറുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായത്. അതിൽ നിന്നും തെന്നി വീഴുകയായിരുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ അല്ലെങ്കിൽ നടന്നു കയറുന്നതിനിടെയാണ് അപകടമുണ്ടായത്. അവിടേക്ക് എത്തി ഈ ഒരു പരിപാടിക്കായിട്ട് എത്തിയതാണ്. തൃക്കാക്കര അല്ലെങ്കിൽ MLA-യുടെ മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് കലൂർ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ MLA ഈ ഒരു പരിപാടിയുടെ ഭാഗമാകാനായി അവിടെ എത്തി ഈ ഒരു VIP ഗാലറിയിലേക്ക് എത്തിച്ചേരുന്നതിനിടെയാണ് ഇത്തരത്തിൽ തെന്നി വീണ് നേരെ താഴെയുള്ള കോൺക്രീറ്റ് കൊണ്ട് വാർത്ത സ്ഥലമാണ് ഗാലറിയുടെ ഇപ്പുറത്തെ ഭാഗം. അതായത് ഗ്രൗണ്ടിനോട് ചേർന്ന് കിടക്കുന്ന ഗ്രൗണ്ടിലേക്ക് ചെന്ന് കയറുന്ന ഒരിടമെന്ന് പറയുന്നത് ആ ഒരിടത്തേക്കാണ് MLA തലയടിച്ച് വീണത്. അതിനുശേഷം രക്തത്തിൽ കുളിച്ച MLA ഉടൻ തന്നെ ആളുകൾ അല്പസമയത്തേക്ക് സ്തബ്ധരായിരുന്നെങ്കിലും ആളുകൾ എത്രയും പെട്ടെന്ന് MLA എടുത്തുകൊണ്ട് ആംബുലൻസിൽ പോയി. പിന്നീട് ആംബുലൻസിൽ നിന്നുള്ള ഡോക്ടറുടെ പ്രതികരണത്തിൽ നിന്നാണ് നമുക്കൊരു പ്രാഥമിക നിഗമനം എന്നുള്ള നിലയ്ക്ക് കണക്കാക്കാനാകുന്ന ഒരു വിവരം ലഭിച്ചത്. കാരണം ആന്തരിക രക്തസ്രാവം ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും പരിശോധിക്കേണ്ടത്. അതിൻ്റെ പരിശോധന
ക്കുള്ള ക്രമീകരണങ്ങളെല്ലാം നടന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ CT സ്കാൻ എല്ലാം എടുത്തു കഴിഞ്ഞു. ഇനി ന്യൂറോ സർജൻ്റെ വിശദീകരണം കൂടിയാണ് നമുക്ക് ലഭിക്കാനുള്ളത്. അതുമാത്രമല്ല MLAയുടെ ആരോഗ്യസ്ഥിതി കൂടി കണക്കാക്കേണ്ടതുണ്ട്. കാരണം MLA നിരവധി മരുന്നുകൾ കഴിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും ഉമാ തോമസ് MLAയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചികിത്സ നൽകി കഴിഞ്ഞാൽ ആ ഒരു ചികിത്സ അല്ലെങ്കിൽ നേരത്തെ കഴിക്കുന്ന മരുന്നുകൾ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ പുതിയ മരുന്നുകളോട് എങ്ങനെയായിരിക്കും ദേഹം പ്രതികരിക്കുക എന്നുള്ളതാണ് ഡോക്ടർമാരെ ആശങ്കയിലാക്കുന്നത്. എന്തായാലും ചികിത്സ നൽകിയേ തീരൂ. എന്തായാലും കൃത്യമായി ആരോഗ്യനില അല്ലെങ്കിൽ ഈ ഒരു വഷളായ സ്ഥിതി എന്തായാലും വഷളാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തില്ല എന്ന് തന്നെ കരുതുന്നു. ആന്തരിക രക്തസ്രാവം ഉണ്ടെങ്കിൽ സ്ഥിതി മൊത്തത്തിൽ മാറും എന്നുകൂടി ഡോക്ടർമാർ പറയുന്നുണ്ട്. ആ ഒരു ആന്തരിക രക്തസ്രാവം ഇല്ല എന്നുള്ളൊരു സ്ഥിരീകരണത്തിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. എന്തായാലും ആശുപത്രി പരിസരത്ത് ഇപ്പോൾ ADGP ശ്രീജിത്ത് അടക്കം നിരവധി പേരുണ്ട്. കോൺഗ്രസ് നേതാക്കളുണ്ട്, MP ഉണ്ട്, അതേപോലെ തന്നെ മറ്റ് MLAമാരുണ്ട്. നിരവധി പേർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റ് കാര്യപരിപാടികൾ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് പ്രധാനമായിട്ടുള്ള ഈ ഒരു പ്രധാന വേദിയിൽ കലൂർ സ്റ്റേഡിയത്തിൽ എന്തായാലും പരിപാടി ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു അപകടം അതിദാരുണം എന്ന് തന്നെ പറയാൻ സാധിക്കൂ. ഇതിനെ സംബന്ധിച്ച് നിരവധി ആരോപണങ്ങളും ഈ ഒരു മണിക്കൂറിൽ ഉയർന്നു വരുന്നുണ്ട്. കാരണം സുരക്ഷാ ക്രമീകരണങ്ങളിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങളെല്ലാം ദൃക്സാക്ഷികളുടെ ഭാഗത്തു നിന്നുമെല്ലാം ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ വലിയൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള തരത്തിൽ ആരോപണങ്ങളെല്ലാം ഉയരുന്നുണ്ട്. എന്തായാലും ഈ മണിക്കൂറിൽ നമ്മളതൊന്നും സാരമായി കണക്കാക്കുന്നില്ല, അല്ലെങ്കിൽ അതൊന്നും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഏറ്റെടുക്കാനുള്ളൊരു സമയമല്ലിത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം ഏറ്റവും പ്രധാനം MLAയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. ജീവൻ രക്ഷിക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ എന്തായാലും ഡോക്ടർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും അല്ലെങ്കിൽ ഡോക്ടർമാരടക്കം നിരവധി പേർ ഇത് കണ്ടു നിന്ന പലരും ഭയപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഭയം ഉളവാക്കുന്നൊരു വസ്തുത എന്തെന്ന് വെച്ചാൽ തലയടിച്ചാണ് വീണത് എന്നുള്ളതാണ്. കാരണം തലയടിച്ച് വീണതിന് ശേഷം മൂക്കിൽ നിന്നും രക്തം വന്നു എന്നുകൂടി ഡോക്ടർമാർ ആശുപത്രിയിൽ എത്തിച്ച ശേഷം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു മൂക്കിൽ നിന്നും രക്തം വരിക എന്ന് പറയുന്നത് ആന്തരിക രക്തസ്രാവം മൂലവും മൂക്കിൽ നിന്നും രക്തം വരാം, അല്ലെങ്കിൽ മുഖമടിച്ച് ആണ് വീണിട്ടുള്ളതെങ്കിൽ അല്ലെങ്കിൽ മൂക്കിടിച്ചാണ് വീണിട്ടുള്ളതെങ്കിൽ അത്തരത്തിലും മൂക്കിൽ നിന്നും രക്തം വരാം. ഇതിനൊരു സ്ഥിരീകരണം നമുക്ക് പറയാൻ സാധിക്കില്ല. ഡോക്ടർമാർക്കാണ് അതിന് കൃത്യമായി പറയാൻ സാധിക്കുക, അല്ലെങ്കിൽ ഒരു ന്യൂറോ സർജനാണ് അത് കൃത്യമായി പറയാൻ സാധിക്കുക. ഇനി ഒരു ന്യൂറോ സർജൻ്റെ വിശദീകരണം കൂടിയാണ് നമുക്ക് ലഭിക്കേണ്ടത്. എന്തായാലും ചികിത്സകളെല്ലാം കൊടുത്ത ശേഷം മാത്രമായിരിക്കും ഡോക്ടർമാരുടെ ഒരു പ്രതികരണം ലഭിക്കുക എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും കളക്ടറും സ്ഥലത്തുണ്ട്. കളക്ടറും കൃത്യമായ നടപടികൾ സ്വീകരിക്കണം, കൃത്യമായ ചികിത്സ MLAയ്ക്ക് നൽകണം എന്നുള്ള നിർദ്ദേശങ്ങൾ കൂടി കൊടുക്കാൻ കൂടിയാണ് അതിനുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുകൂടി കളക്ടറും പറയുന്നുണ്ട്. എന്തായാലും നിരവധി പേർ ഇപ്പോൾ ആശുപത്രി സ്ഥലത്തുണ്ട്. MLAയുടെ ജീവൻ എത്തരത്തിലാണ് അല്ലെങ്കിൽ MLAയുടെ ആരോഗ്യനില എങ്ങനെയാണ് പുരോഗമിക്കുന്നത് എന്നറിയാനായിട്ട്. അതിന് കാളിദാസൻ 20 അടി ഉയരത്തിൽ നിന്നാണ് MLA വീണത്. എങ്ങനെയായിരുന്നു ആ കല്ലൂർ സ്റ്റേഡിയത്തിലെ ഒരു സജ്ജീകരണങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ടത് MLAയുടെ ആരോഗ്യ സ്ഥിതി തന്നെയാണ്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ, അതുപോലെ തന്നെ ഈ കല്ലൂർ സ്റ്റേഡിയത്തിലെ ഒരു പരിപാടിക്കിടെയുള്ള ഒരു സജ്ജീകരണങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അതെ, തീർച്ചയായും ആതിര. കാരണം ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അവിടുത്തെ ഒരു ക്രമീകരണം, അല്ലെങ്കിൽ ഇപ്പോൾ താൽക്കാലികമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്രമീകരണമാണ് ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുകൂടി ഒരു ആരോപണം ഉയരുന്നുണ്ട്. കാരണം ഇത് 2 തരത്തിലാണ്. ഇത് കലൂർ സ്റ്റേഡിയത്തിൽ പ്രധാനമായും VIP ഗാലറി കുറച്ച് ഉയർന്ന നിലയിലാണ്, അല്ലെങ്കിൽ ഈ ഒരു 20 അടിയല്ല. ഏറ്റവും പ്രധാനമായൊരു VIP ഗാലറി അല്ലെങ്കിൽ സ്റ്റേഡിയം ഉണ്ടായ കാലം തൊട്ടേയുള്ള ഒരു VIP ഗാലറി അവിടെയുണ്ട്. എന്നാൽ ആ ഒരു VIP ഗാലറി അല്ല, ഇത് താൽക്കാലികമായി സജ്ജീകരിച്ചിട്ടുള്ള ഒരു VIP ഗാലറിയിലേക്ക് എത്തിച്ചത്. കാരണം 12,000 നർത്തകർ ഒരുമിച്ച് നൃത്തം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി അത് കാണാൻ സാധിക്കണം എന്നുള്ള തരത്തിൽ താൽക്കാലികമായൊരു സജ്ജീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലൊരു സജ്ജീകരണത്തിലേക്ക് ആ ഒരു VIP ഗാലറിയിലേക്ക് നടന്നെടുക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നാണ് അറിയാൻ സാധിച്ചത്. എന്നാൽ ആ ഒരു അപകടത്തിലേക്ക് നയിച്ച കാരണം എന്താണെന്നുള്ളതാണ് നമുക്ക് ഇനിയും വ്യക്തമല്ലാത്തത്. കാരണം ഇപ്പോൾ ഈ ഒരു MLAയുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നൊരു ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു ശ്രമങ്ങളാണ് തുടരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആരോപണങ്ങൾക്കൊന്നും ആരും വില കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു മണിക്കൂറിൽ ആ ആരോപണങ്ങൾക്ക് വില കൊടുക്കുന്നില്ല. എന്തായാലും ഇതൊക്കെ ഭേദമായ ശേഷം ആ ഒരു ആരോപണങ്ങൾ മൂർച്ഛിക്കും എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം ഇപ്പോൾ തന്നെ നിരവധി ആരോപണങ്ങളാണ് വരുന്നത്. സുരക്ഷാ വീഴ്ചയടക്കം, അല്ലെങ്കിൽ അവിടെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ആ സുരക്ഷാ വീഴ്ച ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. അതേപോലെ തന്നെ ക്രമീകരണങ്ങളിലും നിരവധി പിടിപ്പുകേട് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ദൃക്സാക്ഷികളുടെ ഭാഗത്തു നിന്നുമെല്ലാം
ഉണ്ടാവുന്നുണ്ട്. അതുമാത്രമല്ല, ഇനി മണിക്കൂറുകൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ആരോഗ്യനില ഭേദപ്പെട്ട് MLA തിരിച്ചെത്തുമ്പോൾ ഇത് എത്തരത്തിലായിരിക്കും മാറുക, അല്ലെങ്കിൽ ഇതൊരു രാഷ്ട്രീയ വിവാദമാകുമോ എന്നുള്ളതൊന്നും നമുക്ക് ഇതുവരെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഈ ഒരു മണിക്കൂറിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അറിയേണ്ടത് MLAയുടെ ആരോഗ്യനില എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെ ആ ഒരു പഴയ പോലെ തന്നെ ആരോഗ്യവതിയായി എങ്ങനെ MLAയെ തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളത് തന്നെയാണ് എല്ലാവരും നോക്കുന്നത്. ഡോക്ടർമാരടക്കം അതിനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. നിരവധി ആരോപണങ്ങൾ, ക്രമക്കേടുകൾ, അല്ലെങ്കിൽ സ്റ്റേഡിയത്തിലെ സജ്ജീകരണങ്ങൾക്കെതിരെ വരെ ആരോപണങ്ങൾ എന്തായാലും നിലവിൽ ഉയരുന്നുണ്ട്. എന്തായാലും MLAയുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷ കൂടി ഡോക്ടർമാർ അല്പസമയം മുമ്പ് തന്നെ പങ്കുവച്ചിട്ടുണ്ട്. നിരവധി ആളുകൾ ആശുപത്രിയിലുണ്ട്. കോൺഗ്രസ് നേതാക്കളടക്കം നിരവധി പേർ അവിടെയുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം നമുക്ക് ലഭിക്കുന്നത് ഉമാ തോമസ് MLAയെ വെന്റിലേറ്ററിലേക്ക് മാറ്റി എന്നുള്ളതാണ്. തീർച്ചയായും ഗുരുതര അവസ്ഥ ആയതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് ഡോക്ടർമാർ കടന്നത് എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. ന്യൂറോ സർജൻ വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്നാലും അതിലൊരു വിശദീകരണം നമുക്ക് ലഭിച്ചിട്ടില്ല. കാരണം ആന്തരിക രക്തസ്രാവം ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ഈ ഒരു വീഴ്ചയിൽ അത്തരത്തിലൊരു രക്തസ്രാവത്തിന് സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലാണ് നമുക്ക് ലഭിച്ച വിവരം. ഡോക്ടർമാരുടെ ഒരു ഔദ്യോഗിക വിശദീകരണം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ വെന്റിലേറ്ററിലേക്ക് മാറ്റി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വലിയ രീതിയിൽ അതിദാരുണമായിട്ടുള്ള ഒരു അപകടം എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. കാരണം 20 അടി ഉയരത്തിൽ നിന്നുമാണ് വീണത്. അതും കോൺക്രീറ്റിലേക്കാണ് തലയടിച്ച് വീണത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത്. കാരണം ആ ഒരു വീഴ്ച കാരണമാണ് തലയ്ക്ക് വലിയ രീതിയിൽ രക്തം പോകുന്ന ഒരു സാഹചര്യം എല്ലാം ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഡോക്ടർമാരുടെ ഔദ്യോഗിക വിശദീകരണത്തിനായാണ് എന്തായാലും ആ സ്ഥലത്തുള്ള എല്ലാവരും കാത്തിരിക്കുന്നത്. ആതിര, കാളിദാസൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺക്രീറ്റിൽ മുഖം ഇടിച്ചാണ് വീണത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ MLAയുടെ ആരോഗ്യസ്ഥിതിയാണ്. ഡോക്ടർമാർ ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്, അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അതിന് നിലവിൽ ഇപ്പോൾ നമുക്ക് പുതിയ വിവരങ്ങളൊന്നും, അല്ലെങ്കിൽ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണമൊന്നും ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം ഇപ്പോൾ ഡോക്ടർമാരുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഡോക്ടർമാരുടെ പ്രധാന ഉത്തരവാദിത്വം MLAയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെയുള്ള ക്രമീകരണങ്ങളാണ് നടക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഒരു ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുമെങ്കിലും കൃത്യമായൊരു വിവരം, അല്ലെങ്കിൽ ഒരു ഔദ്യോഗിക വിവരം നമുക്ക് ലഭിക്കും എന്ന് തന്നെ കരുതാം. എന്തായാലും വെന്റിലേറ്ററിലേക്ക് MLAയെ മാറ്റി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. വെന്റിലേറ്ററിലേക്ക് മാറ്റണമെങ്കിൽ ആരോഗ്യനില അതീവ ഗുരുതരമായതുകൊണ്ട് തന്നെയാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. കാരണം വെന്റിലേറ്റർ വെറുതെ അല്ലെങ്കിൽ നിസാര പരിക്കുകളുള്ള ഒരാളെ ഒരിക്കലും വെന്റിലേറ്ററിലേക്ക് എത്തിക്കില്ല. എന്തായാലും സ്ഥിതി അല്പം വഷളാകുന്നൊരു സാഹചര്യമാണ് ഉടലെടുക്കുന്നത് എന്ന് ഒരു അനുമാനം കൂടി വെക്കാൻ സാധിക്കും. കാരണം എന്താണ് കാര്യമെന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. പുറത്തെ മുറിവുകൾ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ പുറത്തേക്ക് രക്തം വന്നത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. മൂക്കിൽ നിന്നും രക്തം വന്നു, തലയിൽ നിന്നും രക്തം വന്നു എന്നുള്ളതൊക്കെ മാത്രമേ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കൂ. ഉള്ളിൽ അല്ലെങ്കിൽ ആന്തരികമായി എന്തൊക്കെ സംഭവിച്ചു, എത്തരത്തിലാണ് MLA മരുന്നുകളോട് പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ മരുന്നുകൾ കൊടുത്തിട്ടുണ്ടോ, ഇനി മരുന്നുകൾ കൊടുത്തിട്ടില്ലെങ്കിൽ എപ്പോഴത്തേക്കായിരിക്കും കൊടുക്കുക, പ്രാഥമിക ശുശ്രൂഷ നൽകി എന്നുള്ളതെല്ലാം ആശുപത്രി അധികൃതർ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം പിന്നീട് എന്തൊക്കെ ചെയ്തു, ആരോഗ്യനില ഭേദമാക്കാൻ എന്തൊക്കെ ഡോക്ടർമാർ ചെയ്തു, CT സ്കാൻ അടക്കം എടുത്തിട്ടുണ്ട് എന്നുള്ളതും കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. CT സ്കാനിലൂടെ മാത്രമേ ആന്തരിക രക്തസ്രാവം കണ്ടുപിടിക്കാൻ കഴിയൂ. ആ ഒരു CT സ്കാനിന് ശേഷം ന്യൂറോ സർജൻ എത്തും. അതിനുശേഷം കൂടുതൽ ചികിത്സാക്രമങ്ങളിലേക്ക് കടക്കും എന്നുള്ളതെല്ലാം നമുക്ക് വിവരം ലഭിച്ചിരുന്നു. എന്നാൽ ഇതിനുശേഷം എന്താണ് MLAയുടെ ആരോഗ്യസ്ഥിതി എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ആകെ അറിയാൻ സാധിച്ച ആ ഒരു സംഭവത്തിന് ശേഷം ആകെ അറിയാൻ സാധിച്ചത് ഉമാ തോമസ് MLAയെ വെന്റിലേറ്ററിലേക്ക് മാറ്റി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യനില അതീവ ഗുരുതരമാകുന്നു, അല്ലെങ്കിൽ ആരോഗ്യനില വഷളാകുന്നൊരു സാഹചര്യം കൂടി ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ഇനിയിപ്പോൾ MLA എങ്ങനെയാണ് മരുന്നുകളോട് പ്രതികരിക്കുക എന്നുള്ളതും കൂടി നോക്കാനുണ്ട്. കാരണം MLA നേരത്തെ തന്നെ ആരോഗ്യപരമായി നിരവധി പ്രശ്നങ്ങളുള്ള, അല്ലെങ്കിൽ അവശതകൾ ഉള്ള ഒരാളാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ നിരവധി മരുന്നുകൾ കഴിക്കുന്നുണ്ട്, പലതരത്തിലുള്ള മരുന്നുകളാണ്. അപ്പോൾ ആ ഒരു മരുന്നുകൾ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ പുതിയ മരുന്നുകളോട് എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഡോക്ടർമാരുടെ ആശങ്ക. അതുകൊണ്ട് തന്നെ വളരെ ചിന്തിച്ച് മാത്രമേ ഡോക്ടർമാർ ചികിത്സകളിലേക്ക്, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള, അല്ലെങ്കിൽ ഹെവി ഡോസ് മരുന്നുകൾ നൽകിയുള്ള ചികിത്സയിലേക്കൊക്കെ കടക്കൂ എന്നുള്ളതും കൂടിയുണ്ട്. ആതിര, കാളിദാസൻ, ഇപ്പോഴും അവിടെ പരിപാടി തുടരുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? അത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ?
പരിപാടി തുടരും. പരിപാടി ഇപ്പോൾ എന്തായാലും തുടങ്ങിയിട്ടുണ്ട്. പരിപാടി സാധാരണ പോലെ തന്നെ പരിപാടി നടക്കുന്നുണ്ട്. കാരണം പ്രധാനമായും ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലക്ഷ്യമിട്ട് ക്രമീകരിച്ച ഒരു പരിപാടിയായിരുന്നു. എന്തായാലും അതിൻ്റെ ക്രമീകരണങ്ങൾ അതിൻ്റെ സജ്ജീകരണങ്ങളെല്ലാം ഭംഗിയായി തന്നെ നടക്കുന്നുണ്ട്. അത് വലിയ രീതിയിൽ പൈസ മുടക്കി ഒരുക്കിയിട്ടുള്ളൊരു പരിപാടിയാണ്. തീർച്ചയായും അത്തരത്തിലൊരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പരിപാടി എന്തായാലും അവിടെ തുടരുന്നുണ്ട്. പക്ഷേ കൂടുതൽ ആളുകളും അല്ലെങ്കിൽ അവിടുത്തെ ഇപ്പോൾ നിലവിലുണ്ടായ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു ദുരന്തം എന്ന് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയൂ. കാരണം സ്ഥലം MLAക്കാണ് ഇത്തരത്തിലൊരു പരിക്കേറ്റിരിക്കുന്നത്. കാര്യമായി തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതും 20 അടി ഉയരത്തിൽ നിന്നും വീണിട്ടാണ് പരിക്കേറ്റിരിക്കുന്നത്. അതും ഈ പരിപാടിക്ക് വേണ്ടി വന്നപ്പോഴാണ് അപകടം എന്നുള്ളതാണ് പ്രധാനമായിട്ടും സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും സ്ഥലത്ത് മന്ത്രി സജി ചെറിയാനൊക്കെ എത്തിയിട്ടുണ്ട്. ഇതിന് കൃത്യമായി നടപടികൾ അല്ലെങ്കിൽ ഡോക്ടർമാർ എത്തരത്തിലാണ് ചികിത്സാ നടപടികൾ സ്വീകരിക്കുന്നത് എന്നുള്ളതെല്ലാം വിലയിരുത്താനായി നിരവധി പ്രമുഖർ ആശുപത്രിയിൽ തന്നെയുണ്ട്. കോൺഗ്രസ് നേതാക്കളുണ്ട്, സ്ഥലം MP ഉണ്ട്, ഹൈബിയുടെ MP ഉണ്ട്, അതേപോലെ മറ്റ് MLAമാരുണ്ട്, മറ്റ് കോൺഗ്രസ് നേതാക്കളുണ്ട്, മന്ത്രിയുണ്ട്, അതേപോലെ തന്നെ ADGP S ശ്രീജിത്ത് ഉണ്ട്. ADGP നേരത്തെ തന്നെ ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നിരുന്നു, ആശുപത്രിയിലേക്ക് എത്തിച്ചേർന്നിരുന്നു. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം ലഭിക്കേണ്ടതുണ്ട്. കാരണം കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ സ്ഥിതിഗതികളൊന്നും അറിയാത്ത പക്ഷം കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ അണികളടക്കം വലിയ രീതിയിലൊരു സംഘർഷത്തിലേക്ക് മാറുന്ന അവസ്ഥയെല്ലാം ഉണ്ടായേക്കാം എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അതിനൊക്കെ കൃത്യമായി നടപടികളെല്ലാം സ്വീകരിച്ചു പോരണം. അല്ലെങ്കിൽ ആശുപത്രി അധികൃതരെങ്കിലും ഇതിനൊരു കൃത്യമായൊരു മറുപടി പറയേണ്ടിയിരിക്കുന്നു. എന്താണ് MLAയുടെ നിലവിലെ ആരോഗ്യ നില എന്നുള്ളതൊക്കെ കൃത്യമായി ആശുപത്രി അധികൃതരെങ്കിലും അറിയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അത് അല്പസമയത്തിനുള്ളിൽ തന്നെ ഡോക്ടർമാരോ അല്ലെങ്കിൽ ആശുപത്രി അധികൃതരോ അറിയിക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അവിടെ കലൂർ സ്റ്റേഡിയത്തിൽ പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. ഗിന്നസ് വേൾഡ് റെക്കോർഡിന് ലക്ഷ്യമിട്ട് ചെയ്തൊരു പരിപാടിയാണ്. അത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടി എന്നുള്ളതാണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അവിടെ കലൂർ സ്റ്റേഡിയത്തിൽ അങ്ങനെ ആ പരിപാടി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പുറത്ത് MLAയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തു. എന്തായാലും ആരോഗ്യനില വഷളാകുന്നൊരു സാഹചര്യം കൂടിയുണ്ട് എന്നുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആതിര. ശരി, കാളിദാസൻ. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ ഗ്യാലറിയിൽ നിന്ന് കാൽ വഴുതി വീണാണ് തൃക്കാക്കര MLA ഉമാ തോമസിന് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. തലയ്ക്ക് പരിക്കേറ്റ ഉമാ തോമസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണിപ്പോൾ.